തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി. സ്ലോട്ട് എടുത്ത് 25 പേരും ടെസ്റ്റിനെത്തിയില്ല. അഖിൽ ഷാ അൻസാറാണ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത്. അഖിൽ, ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഡ്രൈവിംഗ് ടെസ്റ്റ്, ഈ തർക്കം ഇതിങ്ങനെ പോവുകയാണല്ലോ. ഓരോ ദിവസവും സ്ലോട്ട് എടുക്കുന്നു, വരുന്നു, ടെസ്റ്റ് നടക്കുന്നില്ല, തിരിച്ചു പോകുന്നു. ഇതിങ്ങനെ ഒരു തനിയാവർത്തനമായി വരികയാണല്ലോ. തീർച്ചയായിട്ടും ഈ സമരം അത് അങ്ങനെ തന്നെ തുടരാൻ തന്നെയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെയും അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകളൊക്കെ തീരുമാനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയുന്നത് പോലെ തന്നെ കഴിഞ്ഞ 9 ദിവസമായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടക്കുന്നില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഭാഗമായി 10,000-കണക്കിന് ആളുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ടെസ്റ്റ് നടക്കാതെ ഇപ്പോൾ അത് പെൻഡിംഗ് ആയി നിൽക്കുന്നത്. ഇത് വലിയ പ്രതിസന്ധിയാകുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. എന്നാൽ ഈ വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ഇടപെടാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അയവിനോ സർക്കാർ തയ്യാറായിട്ടില്ല. അതോടൊപ്പം തന്നെ ഈ സമരം ചെയ്യുന്നവർ അവരുടെ സമരവുമായി മുന്നോട്ട് പോകാൻ ഈ ടെസ്റ്റ് ബഹിഷ്കരണവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ ഉള്ളത് മുട്ടത്തറയിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലാണ്. 25 പേരാണ് ഇന്നിവിടെ സ്ലോട്ട് ബുക്ക് ചെയ്തത്. ആ 25 പേരും ഇന്ന് എത്തിയിട്ടില്ല. ഇന്ന് എത്താത്തതിനെ തുടർന്ന് ഇവിടെ ടെസ്റ്റ് നടന്നതുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനിയിപ്പോൾ ഏതെങ്കിലും ആരെത്തിയാലും, അതായത് ഒരാൾ എത്തിയാൽ പോലും ടെസ്റ്റ് നടത്താനുള്ള തീരുമാനത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ആളുകളും ഒക്കെ ഉള്ളത്. എന്തായാലും ഈ ടെസ്റ്റിൽ ആരെങ്കിലും എത്തിയാൽ അവരെ കടത്തിവിടും, അവരെ ടെസ്റ്റ് നടത്താനുള്ള തീരുമാനത്തിലാണ് ഉദ്യോഗസ്ഥർ. പക്ഷെ മറിച്ച് ഇതുമായി ബന്ധപ്പെട്ട് സമരം ചെയ്യുന്നത്, അതായത് പ്രതിഷേധിക്കുന്നവർ പറയുന്നത് ആരെത്തിയാലും അവരെ ഗ്രൗണ്ടുകൾക്കുള്ളിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കത്തില്ല. ഏതെങ്കിലും തരത്തിൽ ഈ പരിഷ്കരണം പിൻവലിക്കും വരെ ഈ സമരം തുടരും. ആ ടെസ്റ്റ് ബഹിഷ്കരണവുമായി മുന്നോട്ട് പോകും എന്നുള്ള നിലപാടിൽ തന്നെയാണ് സമരം ചെയ്യുന്നവർ. നമുക്കറിയുന്നത് പോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചില ഇളവുകളൊക്കെ ആദ്യഘട്ടത്തിൽ നൽകിയിരുന്നു. അത് ഈ വാഹനങ്ങൾ മാറ്റുന്നതിൽ ഉൾപ്പെടെ ചില ഇളവുകൾ നൽകിയിരുന്നു. പക്ഷെ ആ ഇളവുകളല്ല വേണ്ടത്. പൂർണ്ണമായും ഈ ടെസ്റ്റ് ഈ പരിഷ്കരണം അത് പിൻവലിക്കുക എന്നുള്ള നിലപാടിൽ തന്നെയാണ് പ്രതിഷേധക്കാരും. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഈ പ്രതിഷേധിക്കുന്ന ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ അവർ ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചും, ഈ പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച ഒരു സെക്രട്ടേറിയറ്റ് മാർച്ചും നടത്തുന്നുണ്ട്. ശരി, തിരുവനന്തപുരം മുട്ടത്തറ ഗ്രൗണ്ടിൽ നിന്നാണ് അഖിൽ ഷാ അൻസാർ വിവരങ്ങളുമായി ചേർന്നത്. ഇന്നും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങിയിരിക്കുന്നു. സ്ലോട്ട് എടുത്ത് 25 പേരും ടെസ്റ്റിനെത്തിയുമില്ല. വിവരങ്ങൾ നൽകിയത് അഖിൽ ഷാ ആണ്.